ഹോർമൂസിൽ 20,000 ഇന്ത്യൻ നാവികർ കുടുങ്ങി എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള യുഎസിന്റെ 14 നിർദ്ദേശത്തിന് ഇറാൻ മറുപടി അയച്ചു. പാകിസ്ഥാൻ വഴിയാണ് തങ്ങളുടെ പ്രതികരണം യുഎസിനെ അറിയിച്ചതെന്ന് ഇറാൻ ഞായറാഴ്ച പറഞ്ഞിരുന്നു. പ്രതികരണം ലഭിച്ചതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചു. മറുവശത്ത് ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വ സംഘം സുപ്രീം നേതാവ് മുജ്തബ ഖമേനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ സൈന്യത്തിന് പുതിയ തന്ത്രപരമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം ഉയർത്തുന്നു. അത്തരമൊരു സമയത്ത് 20,000 ഇന്ത്യൻ നാവികർ ഹോർമൂസ് ഉൾക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ NUSI കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലെ US ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണം 20,000-ലധികം ഇന്ത്യൻ നാവികർ ഹോർമൂസ് ഉൾക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നു. യുദ്ധമുണ്ടായാൽ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും സുരക്ഷിതമായ പുറത്തുകടക്കലിന്റെയും അഭാവം മൂലം കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് നാഷണൽ യൂണിയൻ ഓഫ് സീഫയേഴ്സ് ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ മിലിന്ദ് കണ്ടൽഗാവ്കർ മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യം ഒരു ദേശീയ മുൻഗണനയായി കണക്കാക്കി നാവികരെ ഉടൻ ഒഴിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികർ നിരന്തരമായി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ, സൈബർ ഭീഷണികൾ, സുരക്ഷാ നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കിടയിലാണ് ജോലി ചെയ്യുന്നത്. അത് അവരുടെ മാനസിക സമ്മർദ്ദവും ഭയവും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ മുന്നണികളിലെയും യുദ്ധം അവസാനിപ്പിക്കാനും അവരുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ കടന്നുപോകൽ അനുവദിക്കാനുമുള്ള 14 പോയിന്റ് നിർദ്ദേശത്തിന് പാകിസ്ഥാൻ വഴിയാണ് US മറുപടി നൽകിയത്. ഇതോടൊപ്പം ഇറാന്റെ സായുധ സേനയുടെ ഏകീകൃത കമാൻഡിന്റെ തലവനായ അലി അബ്ദുള്ളഹി മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടില്ലാത്ത പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയതായും പുറത്തുവരുന്നു. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം, സൈനിക തയ്യാറെടുപ്പുകൾ, നിലവിലെ സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷം ഇറാൻ സൈന്യത്തിന് പുതിയ തന്ത്രപരമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.